മലപ്പുറം താനൂരിൽ സിനിമാ സ്റ്റൈലിൽ ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി 1.25 കോടി രൂപയുടെ സ്വർണം കവർന്ന പ്രതികൾ പിടിയിൽ. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട പ്രതിയടക്കം 6 പേരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പാലക്കാട് നിന്ന് സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. തിരൂർ, താനൂർ, പട്ടാമ്പി സ്വദേശികളായ 6 പേരെയാണ് താനൂർ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട കൊടും ക്രിമിനൽ താനൂർ സ്വദേശി മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി ജില്ലയ്ക്ക് പുറത്തിരുന്ന് ആസൂത്രണം ചെയ്താണ് കവർച്ച നടത്തിയത്. മുഹമ്മദ് റിഷാദിന് പുറമെ തിരൂർ പച്ചാട്ടിരി സ്വദേശികളായ മുഹമ്മദ് ഷാഫി, ഹാസിഫ്, താനൂർ ആൽബസാർ കുപ്പന്റെ പുരക്കൽ റമീസ്, പട്ടാമ്പി സ്വദേശി വിവേക്, തിരൂർ മീനടത്തൂർ സ്വദേശി മന്നത്ത് നൌഫൽ എന്നിവരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും 900 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു. കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് മുഹമ്മദ് റിഷാദ് കവർച്ച ആസൂത്രണം ചെയ്തത്. ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ മെയ് 2-ന് താനൂർ ഒഴൂരിലാണ് കവർച്ച അരങ്ങേറിയത്. കോഴിക്കോട്ട് നിന്ന് ജ്വല്ലറിയിലേക്ക് കൊടുത്തയച്ച സ്വർണമാണ് ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു കവർന്നത്. ജ്വല്ലറി ജീവനക്കാരനായ മഹേന്ദ്ര സിംഗ് റാവുവാണ് ആക്രമിക്കപ്പെട്ടത്. സ്വർണം കാണാനെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോവുകയും കവർച്ച നടത്തി മഹേന്ദ്ര സിംഗ് റാവുവിനെ ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു. 2 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 43.5 ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമടക്കം 1.25 കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു. താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 24 തിരൂർ.